അതെ, ഡാർക്ക് വൈറ്റുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നപ്പോൾ ഇതാണോ ഇച്ചിരി അട്രാക്ട് ചെയ്തത്? തീർച്ചയായിട്ടും. നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസ് കഥാപാത്രങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴും ഞാൻ ശരത്തിനോട് പറഞ്ഞു, പോലീസാണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്, ഞാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനിമയ്ക്ക് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇതൊന്ന് കഥയൊന്ന് കേൾക്ക് അങ്ങനെ പറഞ്ഞാണ് ശരത്ത് ഈ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വന്നത്. പക്ഷെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു ആക്ടറും ആഗ്രഹിച്ചു പോകുന്ന, കുതിച്ചു പോകുന്ന തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ജോർജ് എന്ന് പറയുന്നത്. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല പല ഷെയ്ഡ്സിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഈ എല്ലാ പോലീസുകാരും ഒരിക്കലും വില്ലന്മാരല്ലല്ലോ. അവരവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരൊരു പക്ഷേ ചിലപ്പോൾ കുറച്ച് റൂഡാവാം, കുറച്ച് സോഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ അവർ ബിഹേവ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ജോർജിൻ്റെ ക്യാരക്ടർ. ഇദ്ദേഹം ജോലിയിൽ വളരെയധികം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് അപ്പനുണ്ട്, ഇദ്ദേഹത്തിന് ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഫാമിലിയുണ്ട്, അനിയനുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുണ്ട്. അവിടെ എല്ലാം ഇദ്ദേഹം വളരെ സോഫ്റ്റ് പേഴ്സൺ ആണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് പല പല ഷെയ്ഡ്സിലൂടെ പോകുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെയധികം ചലഞ്ചിങ് ആണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പം ഒരു സംശയം തോന്നിയില്ല, ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ലൈൻ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരത്തിനോട് പറഞ്ഞു, ശരത്തെ ഞാൻ ഇന്നാണെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ച് അതിന് മറുപടി കുട്ടേട്ടൻ, പോത്തൻ, അതുപോലെ ഹേമന്ത്, സെറിൻ, ലെന എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നമുക്കൊരു ഡൗട്ടിൻ്റെ ആവശ്യമുള്ള ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ് ഔസേപ്പിൻ്റെ ഔസേപ്പ് എന്ന് അന്നും തോന്നിയിരുന്നു, ഇന്നിപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇതേപോലെ പെർഫോമൻസ് കണ്ടായിരുന്നു? ഒരു വേറൊരു ക്യാരക്ടർ ലെവൽ, അതായത് ഓരോ സ്റ്റോറി ടെല്ലിങ്ങിലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാന്ന് ഒരു ആക്ടറെ സംബന്ധിച്ചൊരു വലിയൊരു ബാധ്യതയാണ്. ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ആളുകളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഈ കഥാപാത്രം എത്രത്തോളം അവിടെ റീച്ച് ആവും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ? അതൊരു ബാധ്യതയായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അത് നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അനിവാര്യതയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കിട്ടാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഔസേപ്പിൻ്റെ വിഷയത്തിലെ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഇപ്പം ഞാനെന്നല്ല, ഇപ്പം ഏതൊരു ആക്ടറും അത് കിട്ടിയാൽ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ക്യാരക്ടർ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന, അത്രയധികം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ചെയ്യാന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ആദ്യം ശരത്ത് ഇതിൻ്റെ റൈറ്ററും കൂടെ ഈ ഫസലുള്ളതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ ഈ സിനിമ മുമ്പോട്ടേക്ക് വെക്കുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റ് ഒരു അച്ഛനും 2-3 മക്കൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഷാജുവിൻ്റെ ക്യാരക്ടേഴ്സിനിടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ അത് ചെയ്യാം. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ശരത്തിനോട് ഈ കോൺഫ്ലിക്റ്റാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഈ സിനിമ ചെയ്തിരുന്ന സമയത്തുമൊക്കെ അതിനെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നത്. ഇപ്പം പടം കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഏരിയകൾ കുറച്ചും കൂടെ കണക്റ്റ് ആവുന്നത്. ഇപ്പം ഞാനവിടെ തന്നെ ഇപ്പം എൻ്റെ ഷാജുവിൻ്റെ ഏരിയ മാത്രമല്ല, ബാക്കി പല ഏരിയകളിലും പല മികച്ച പെർഫോമൻസുകളും സിനിമയിലുണ്ട്. കുട്ടാട്ടിൻ്റെ ഏരിയയിൽ ഭയങ്കര രസമായിട്ടുണ്ട്. ഹേമന്തിൻ്റെ, അങ്ങനെ എല്ലാവരും അവനവൻ്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയും ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നറേറ്റീവാണ്. അടിപൊളിയായിരുന്നു. അപ്പം സിനിമ നമ്മൾ കഥ കേൾക്കുമ്പോൾ പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സിനിമ അങ്ങനെ ഒരു 3 ഘട്ടത്തിൽ നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്നുണ്ട്. ആ 3 ഘട്ടത്തിലും സാറ്റിസ്ഫൈഡ് ആകുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ.